അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു പോരാട്ടത്തിൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊരു രാജ്ഞിയുടെ കഥയാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയുടെ പത്നി. പക്ഷേ അധികാരത്തിനോ സ്വർണത്തിനോ പദവിക്കോ തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു പെൺകരുത്തിൻ്റെ കഥ. ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം. കഥ തുടങ്ങുന്നത് പുരാതന ഈജിപ്തിലാണ്. നൈൽ നദിയുടെ ഓളങ്ങളിലൂടെ ഒഴുകിവന്ന ഒരു ചെറിയ പെട്ടി, അതിനുള്ളിൽ ഒരു കുരുന്ന ജീവൻ. ആ കുഞ്ഞിനെ കൊല്ലാൻ ഉത്തരവിട്ട ഫറോവയുടെ മുന്നിലേക്ക് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരാൾ കടന്നു വന്നു. അതായിരുന്നു ആസിയ ബീവി. ഈ കുഞ്ഞ് എൻ്റെയും നിൻ്റെയും കൺകുളിർമയാകട്ടെ എന്ന് പറഞ്ഞ് ലോകത്തെ വിറപ്പിച്ച ഫറോവയെപ്പോലും സമ്മതിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ ആസിയ ബീവിയുടെ സ്നേഹത്തണലിൽ വളർന്നു. കാലങ്ങൾ കടന്നുപോയി. മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനായി മടങ്ങിയെത്തി. ഫറോവ സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ച കാലമായിരുന്നു അത്. എന്നാൽ തൻ്റെ വളർത്തുമകൻ കൊണ്ടുവന്ന ഏകദൈവ സന്ദേശമാണ് സത്യമെന്ന് ആസിയ ബീവി തിരിച്ചറിഞ്ഞു. അധികാരത്തിൻ്റെ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് അവർ ആ സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഫറോവ നടുങ്ങിപ്പോയി. സ്വന്തം കൊട്ടാരത്തിനുള്ളിൽ തനിക്കെതിരെ ഉയരുന്ന ഈ ശബ്ദം അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ആസിയ ബീവിയെപ്പോലും പിന്തിരിപ്പിക്കാൻ ഫറോവ ആദ്യം സ്നേഹത്തോടെ ഒരുപാട് നോക്കി, പിന്നെ ഭീഷണിപ്പെടുത്തി. അവസാനം ക്രൂരമായ പീഡനങ്ങളിലേക്ക് കടന്നു. ചുട്ടുപഴുത്ത മണലിൽ അവരെ തളച്ചിട്ടു. കൈകാലുകളിൽ ആണിയടിപ്പിച്ചു. വലിയ പാറക്കല്ലുകൾ നെഞ്ചിലേക്ക് എടുത്തു വെച്ചു. ഓരോ തവണ വേദന കൊണ്ട് പുളയുമ്പോഴും ഫറോവ ചോദിച്ചു, ആസിയ, നീ നിന്റെ ദൈവത്തെ തള്ളിപ്പറയുന്നു? പക്ഷേ ആ വിരോചിതയായ വനിതയുടെ മറുപടി ഇതായിരുന്നു, എൻ്റെ ശരീരം നിനക്ക് തകർക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ എൻ്റെ വിശ്വാസത്തെ തൊടാൻ നിനക്കാവില്ല. മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ആ നിമിഷങ്ങളിൽ അവർ ആകാശത്തേക്ക് നോക്കി ഒന്നു മാത്രം പ്രാർത്ഥിച്ചു, എൻ്റെ നാഥാ, എനിക്ക് നിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു വീട് പണിതു തരണമേ. ചരിത്രം പറയുന്നത് ആ പ്രാർത്ഥന കേട്ട ഉടൻ സ്വർഗത്തിലെ ആ മാളിക അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ്. ചുറ്റുമുള്ള വേദനകൾ അവർ മറന്നു. ആ കാഴ്ച കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. സുഹൃത്തുക്കളെ, ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം, ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം ലളിതമാണ്. സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ നമുക്ക് ആരുടെയും പിന്തുണ വേണ്ട. അപഞ്ചലമായ ഒരു മനസ്സ് മാത്രം മതി. ലോകത്തിലെ ഏറ്റവും വലിയ അധികാരത്തിന് മുന്നിലും തലകുനിക്കാത്ത ആ വിശ്വാസം ഇന്നും നമുക്കൊരു വലിയ പാഠമാണ്. നമ്മുടെ ജീവിതത്തിലേക്കും ഈ ഒരു പാഠം ഉപകാരപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയുടെ മുന്നിൽ അവൻ്റെ പത്നി സത്യവിശ്വാസത്തിൻ്റെ കരുത്ത് തെളിയിച്ചു. ഫറോവ വിചാരിച്ചത് അവളെ ഇല്ലാതാക്കാം എന്നായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവൾ വിജയിക്കുകയായിരുന്നു. നെഞ്ചിൽ കല്ലേറ്റ് കിടക്കുമ്പോഴും ആസിയ ബീവി പുഞ്ചിരിച്ചത് വേദന സഹിച്ചുകൊണ്ടായിരുന്നില്ല, മറിച്ച് അല്ലാഹു അവർക്കായി ഒരുക്കിയ സ്വർഗത്തിലെ മാളിക അവർക്ക് മുന്നിൽ വെളിപ്പെട്ടത് കണ്ടുകൊണ്ടായിരുന്നു. ഒരു കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ വെടിഞ്ഞ് പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവർ നടന്നു നീങ്ങിയത് ശാശ്വതമായ സമാധാനത്തിലേക്കായിരുന്നു. ഇന്നും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പീഡനങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാത്ത വിശ്വാസത്തിൻ്റെ പര്യായമാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ കഥ അവസാനിക്കുന്നില്ല. അത് നീതിക്കും സത്യത്തിനും വേണ്ടി പോരാടുന്നവരുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. ആസിയ ബീവിയുടെ കഥ വെറുമൊരു ചരിത്രമല്ല, അത് നമുക്കുള്ള ഒരു പാഠമാണ്. നമ്മുടെ സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവർ എത്ര എതിരാണെങ്കിലും സത്യത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള കരുത്ത് നമ്മുടെ ഉള്ളിലുണ്ടാകണം. ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരത്തിലായിരുന്നിട്ടും ഏറ്റവും വലിയ അധികാരത്തിന് മുന്നിലായിരുന്നിട്ടും അവർക്ക് സത്യം തിരിച്ചറിയാനും അതിനുവേണ്ടി ജീവൻ നൽകാനും കഴിഞ്ഞു. നമുക്ക് ചുറ്റും ഇന്നും പലതരത്തിലുള്ള ഫറോവന്മാരുണ്ടാകാം. അനീതിയുടെയും അഹങ്കാരത്തിൻ്റെയും രൂപത്തിൽ അവിടെയെല്ലാം അപഞ്ചലമായ വിശ്വാസത്തോടെയും ത്യാഗമനസ്കതയോടെയും നിലകൊള്ളാൻ ആസിയ ബീവിയുടെ ജീവിതം നമുക്കൊരു പ്രചോദനമാകട്ടെ. ശരീരം തകർക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ സത്യവിശ്വാസിയുടെ മനസ്സിനെ തോൽപ്പിക്കാൻ ഒരു
വ്യക്തിക്കും കഴിയില്ല എന്നതിന് ഇതിലും വലിയൊരു മാതൃക വേറെയുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആസിയ ബീവിയുടെ ഈ ത്യാഗപൂർണമായ ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോറ ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും. മറ്റൊരു മികച്ച കഥയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ.